റീനൽ കാൽക്കുലൈ അതാണ് സ്റ്റോൺ ഫോർമേഷനാണ്. എവിടെയാണ്? സ്റ്റോർ ഫോർമേഷൻ ഇൻ ദ റീനൽ സിസ്റ്റം. അതായത് റീനൽ സിസ്റ്റത്തിലുണ്ടാകുന്ന സ്റ്റോൺ ഫോർമേഷനാണ്. എവിടെയൊക്കെയാണ് ഉണ്ടാകുന്നത്? കിഡ്നിയിലുണ്ടാകാം. പിന്നെ യുറേറ്റർ, അതായത് കിഡ്നിയിൽ നിന്ന് ബ്ലാഡറിലേക്ക് നയിക്കുന്ന ട്യൂബാണ് യുറേറ്റർ. പിന്നെ ബ്ലാഡറിൽ അത് പ്രോബ്ലമായിട്ട് മിക്കവാറും വരുന്നത് യുറേത്രയിൽ വരുമ്പോഴാണ്. അതായത് ബ്ലാഡറിൽ നിന്ന് ഇൻറ്റേർണൽ സ്പിൻഡറും എക്സ്റ്റേണൽ സ്പിൻഡറുമായിട്ട് യൂറിനെ പുറത്തേക്ക് തള്ളുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് യുറേത്ര എന്ന് പറയുന്നത്. അവിടെ വന്ന് ഒബ്സ്ട്രക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്. ഇതിനാണ് റീനൽ കാൽക്കുലൈ എന്ന് പറയുന്നത്. ഇത് 2 തരത്തിലുണ്ട്. അതായത് നെഫ്രോലിത്യാസിസ് എന്നും യൂറോലിത്യാസിസ് എന്നും. അതായത് നെഫ്രോലിത്യാസിസ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഇൻ ദ കിഡ്നിയിലാണ്. കിഡ്നിയിലുണ്ടാകുന്നതിനാണ് നെഫ്രോലിത്യാസിസ് എന്ന് പറയുന്നത്. ഇനി യൂറോലിത്യാസിസ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് സ്റ്റോൺ ഇൻ ദ ബ്ലാഡർ ആൻഡ് യൂറേത്ര. ബ്ലാഡറിലും യുറേത്രയിലും അല്ലെങ്കിൽ യൂറേറ്ററിലും ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് പറയുന്നത്. യുറേത്രൈറ്റിസ് എന്ന് പറയുന്നത് യുറേറ്ററിലും ബ്ലാഡറിലുമായിട്ട് ഉണ്ടാകുന്നതിനാണ് പറയുന്നത്. അപ്പം യുറേറ്ററിലാണെങ്കിൽ ചെറിയ ട്യൂബാണ്. അപ്പോൾ ആ ട്യൂബിലൂടെ വരുമ്പം അവിടെ ഇഞ്ചുറി ഉണ്ടായി, ഈ സ്റ്റോൺ വരുമ്പം ഇഞ്ചുറി ഉണ്ടായി, ബ്ലീഡിങ് ഉണ്ടായി, അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന, പെയിന് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നതിനാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ? മെയിനായിട്ട് ഇതിന് പറയുന്നത് ഡയറ്ററി കോസസ് ആണ്. ഡയറ്ററി കോസസ് എന്ന് പറയുന്നത് കാൽസ്യം, ഓക്സലേറ്റ്, പ്യൂരിൻ. ഇതാണ് മെയിനായിട്ട്. കാൽസ്യം നമുക്കറിയാലോ, കാൽസ്യം ബോഡിയിൽ ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ബ്ലഡിൽ നിന്ന് അത് എക്സ്ക്രീറ്റ് ആകുന്നത്, കാൽസ്യം എക്സ്ക്രീറ്റ് ആകുന്നത് യൂറിൻ വഴിയാണ്. അപ്പം യൂറിൻ കിഡ്നിയിലൊക്കെ വന്ന് അവിടേക്ക് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാകും. പിന്നെ ഓക്സലേറ്റ് എന്ന് പറയുന്നത് ടൊമാറ്റോയിലൊക്കെ കാണുന്ന, ക്യാബേജ്, ടൊമാറ്റോ അതുപോലുള്ള സംഭവത്തിൽ കാണുന്ന ഒരു പദാർത്ഥമാണ് ഓക്സലേറ്റ് എന്ന് പറയുന്നത്. ഈ ഓക്സലേറ്റിൻ്റെയും അമിതമായിട്ട് ബോഡിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്റ്റോൺ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ പ്യൂരിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രോട്ടീനാണ്. പ്രോട്ടീൻ്റെ മെറ്റാബോളിസം നടത്തി അതിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റായിട്ടുണ്ടാകുന്ന സംഭവമാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. പ്യൂരിൻ മെറ്റാബോളിസത്തിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് യൂറിക് ആസിഡിൻ്റെ അളവ് ബോഡിയിൽ ഒരുപാട് കൂടുതലാണെങ്കിൽ ഇത് സ്റ്റോണായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉണ്ടാകുന്ന അടുത്ത റീസൺ എന്ന് പറയുന്നത് യൂറിനറി റിട്ടൻഷനാണ്. അതായത് യൂറിൻ ഒരുപാട് നേരം, ഹൈ കോൺസെൻട്രേറ്റഡ് യൂറിൻ ബ്ലാഡറിലോ കിഡ്നിയിലോ ഒക്കെ കെട്ടിക്കിടന്ന്, നമ്മൾ യൂറിൻ പാസ് ചെയ്യാതെ കെട്ടിക്കിടന്ന് അവിടെ കിടന്നത് സ്റ്റോണായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഡീഹൈഡ്രേഷനാണ്. ആവശ്യത്തിന് വെള്ളം നമ്മൾ കുടിക്കുന്നില്ലെങ്കിൽ ഹൈ കോൺസെൻട്രേറ്റഡ് യൂറിനായിരിക്കും കിഡ്നിയിൽ ഫോം ചെയ്യുന്നത്, എല്ലായിടത്തും ഫോം. ഈ ഹൈ കോൺസെൻട്രേറ്റഡ് യൂറിൻ ഒരുപാട് നേരം ബോഡിയിൽ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ മൂലം ഒരുപാട് നേരം, കാരണം യൂറിൻ ഒഴിക്കാൻ നമുക്ക് തോന്നത്തില്ല, അപ്പോൾ ഉള്ളത് അവിടെ കെട്ടിക്കിടക്കും. അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നതിനാണ് ഡീഹൈഡ്രേഷൻ മൂലം സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രൊലോങ്ഡ് ഇൻഡ്വെല്ലിംഗ് കാത്തറ്റർ, അതായത് കാത്തറ്ററിൻ്റെ ഇൻഫ്ലേറ്റ് ചെയ്ത് വെക്കുമ്പം അവിടെ ചെന്ന് കുറച്ച് ഫ്ലൂയിഡ് എന്നും കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. ഇൻഫ്ലേറ്റ് ചെയ്ത് വെക്കുവാണല്ലോ, അപ്പം അങ്ങനെ കെട്ടിക്കിടന്ന് അവിടെ കിടന്ന് കാൽക്കുലൈ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രൊലോങ്ഡ് ബ്ലഡ് റിട്ടൺ പേഷ്യൻ്റ്, അതായത് ബെഡിൽ ഇങ്ങനെ കിടക്കുക, അപ്പം കാലങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരേ പൊസിഷനിലായിരിക്കും, അല്ലെങ്കിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് കുറവായിരിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് തന്നെ എപ്പോഴും യൂറിൻ വന്ന് അടിഞ്ഞുകൂടി അവിടെ സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഹൈപ്പർ പാരാതൈറോയിഡിസത്തിന് എന്നാ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഹൈപ്പർ പാരാതൈറോയിഡിസത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ബോഡിയിൽ ഒരുപാട് കൂടും. അപ്പം ഒരുപാട് എക്സ്ക്രീറ്റ് ചെയ്യും ബോഡി. അപ്പം ഹൈ കോൺസെൻട്രേറ്റഡ്, കാൽസ്യം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിനായിരിക്കും കിഡ്നിയിലേക്ക് വരുന്നത്. അത് കാൽസ്യം ഉള്ളതുകൊണ്ട് അത് അവിടെ സ്റ്റോറായി അക്യുമുലേറ്റഡായി കാൽക്കുലൈ ആക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ യൂറിനറി ട്രാക്ക്, പിന്നെ മൾട്ടിപ്പിൾ മൈലോമയിലും കാൽസ്യം റീ അബ്സോർപ്ഷൻ ഉണ്ടാവും. അതായത് സ്റ്റോർ ചെയ്തിരിക്കുന്ന കാൽസ്യം ബ്ലഡിലേക്ക് വരും, ബ്ലഡിൽ നിന്ന് അത്
പുറത്തേക്ക് പോരും. അപ്പം അവിടെയും കാൽസ്യത്തിൻ്റെ ഫോർമേഷൻ യൂറിനിൽ ഒരുപാടാകാൻ സാധ്യതയുണ്ട്. പിന്നെ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനാണ്. റിക്കറൻ്റ് ആയിട്ട് UTI യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് റീനൽ കാൽക്കുലേ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഗോട്ടിൻ്റെ കോംപ്ലിക്കേഷനായിട്ട്, കാരണം നമുക്കറിയാലോ ഗോട്ട് എന്ന് പറയുന്നത് യൂറിക് ആസിഡിൻ്റെ അളവ് ബോഡിയിൽ ഒരുപാട് കൂടുന്നതാണ്. അപ്പോൾ അതിലൂടെ ഇൻഫെക്ഷനാണ്. പിന്നെ പ്രൊലോങ്ഡ് യൂസ് ഓഫ് ഡയോറിറ്റിക്സ്, നമ്മൾ ആവശ്യത്തിന് ഒരുപാട് നാളത്തേന് ഡയോറിറ്റിക്സ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ബോഡിയിൽ വരുന്ന ബ്ലഡ് ഫ്ലൂയിഡിനെ എല്ലാം എക്സ്ക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ബോഡിയിൽ ആവശ്യത്തിന് ഫ്ലൂയിഡിൻ്റെ അളവ്, ബോഡിയിലെ ഫ്ലൂയിഡിൻ്റെ അളവ് കുറയും. അപ്പം അത് ഹൈ കോൺസെൻട്രേറ്റഡ് ആവും. അത് റീനൽ കാൽക്കുലയിലേക്ക് നയിക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഫാമിലി ഹിസ്റ്ററിയാണ്. ചില ഫാമിലിയിൽ സ്റ്റോൺ ഉണ്ടാകാൻ പ്രവണതയുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ്, കാരണം ഒരു ജെനറ്റിക്കൽ പ്രോബ്ലമാണ്, അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇതിനുണ്ടാകാൻ പോകുന്ന സംഭവം പെയിനാണ്. അപ്പോൾ പെയിനിന് പ്രത്യേകതയുണ്ട്. നെഫ്രൈറ്റിസ് ആണെങ്കിലും നെഫ്രോലിത്യാസിസ് ആണെങ്കിലും യൂറോലിത്യാസിസ് ആണെങ്കിലും 2 രീതിയിലാണ് മെയിൽസിനും ഫീമെയിൽസിനും വരുന്നത്. അപ്പം നെഫ്രോലിത്യാസിസ്, അതായത് കിഡ്നി സ്റ്റോൺ ആണെങ്കിൽ എന്താ പറയുന്നത്, ഷാർപ്പ് സിവിയർ റീനൽ കോളിക് പെയിൻ ആണ്. കോളിക് പെയിൻ എന്നാണ് ഈ റീനൽ പെയിൻ എന്ന് പറയുന്നത്. ഷാർപ്പ് സിവിയർ, ഇതിൻ്റെ പ്രത്യേകത ഒറിജിനേറ്റ് ഫ്രം ദ ലംബാർ റീജിയൻ, അതായത് ലംബാർ റീജിയനിലാണ് ഇത് ഉണ്ടാകുന്നത്. 2 സൈഡിലും ലംബാർ റീജിയൻ എന്ന് പറയുമ്പം ബോഡിയുടെ അപ്പുറം ഇപ്പുറം വരുന്ന ഈ ഒരു ഏരിയയാണ്, പുക്കിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വരുന്ന റീജിയൻ. അപ്പം ആ ലംബാർ റീജിയനിൽ പെയിൻ ഉണ്ടാവും. എന്നിട്ടത് റേഡിയേറ്റ് ടു ദ ബ്ലാഡർ റീജിയൻ ഇൻ എ ഫീമെയിൽ. അതായത് ബ്ലാഡർ എന്ന് പറയുമ്പം ഈ പൊക്കിളിൻ്റെ താഴെയാണ് വരുന്നത്, മനസ്സിലായോ? അപ്പം ലംബാർ റീജിയനിൽ 2, ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവിടുന്ന് ഈ ബ്ലാഡർ റീജിയനിലേക്ക് യൂറേത്ര വഴി ഈ ബ്ലാഡർ റീജിയനിലേക്ക് പാസ് ചെയ്യുന്ന പെയിനാണത്, മനസ്സിലായോ? പിന്നെ ഇനി ഇത് ഫീമെയിൽസിനാണെങ്കിൽ ബ്ലാഡർ വരെ വരും. മെയിൽസിനാണെങ്കിലോ അത് സ്ക്രോട്ടം ടെസ്റ്റിക്കൽ റീജിയനിലേക്കും അത് പാസ് ചെയ്യും, മനസ്സിലായോ? സ്ക്രോട്ടത്തിലേക്കും ടെസ്റ്റിക്കൽ റീജിയനിലേക്കും ഈ പെയിൻ പാസ് ചെയ്യും. ഇതാണ് നെഫ്രോലിത്യാസിസ്. ഇനി യൂറോലിത്യാസിസ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് സിവിയർ യുറേത്രൽ കോളിക് പെയിൻ ആണ്. യൂറോലിത്യാസിസിൽ ഷാർപ്പ് സിവിയർ യുറേത്രൽ കോളിക് പെയിൻ ആണ്. പിന്നെ ഒറിജിനേറ്റ് ഇൻ ദ ലംബാർ റീജിയനിൽ തന്നെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ റേഡിയേറ്റ് ടു ദ തൈ ആൻഡ് ജെനൈറ്റൽസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ. തൈയിലേക്കും പിന്നെ ജെനൈറ്റൽ ഭാഗത്തേക്കും തൊടയിലൊക്കെ വേദന വരും. ജെനൈറ്റൽ ഏരിയയിലും മെയിൽസിനും ഫീമെയിൽസിനും പെയിൻ വരും, മനസ്സിലായോ? അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അർജൻസി ഓഫ് യൂറിനേഷൻ. അറിയാലോ ഇതിലൊക്കെ ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ, പെട്ടെന്ന് മൂത്രം ഒഴിക്കാൻ തോന്നും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് പോകണമെന്ന് തോന്നും. പിന്നെ നോസിയ ആൻഡ് വൊമിറ്റിങ്, അതായത് ഇൻഫെക്ഷൻ്റെ ലക്ഷണമായിട്ട്. പിന്നെ ഫീവർ ആൻഡ് ചില്ല്, യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ, ഹെമച്ചൂറിയ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും. പിന്നെ RBC, WBC, ബാക്ടീരിയ എമൗണ്ട് ഇൻ ദ ബ്ലഡ്, ഇതെല്ലാം ഇൻക്രീസ് ആവും. പിന്നെ കോംപ്ലിക്കേഷൻ, ഇതുകൊണ്ട് എന്താണ് ഉണ്ടാകാൻ പോകുന്ന കോംപ്ലിക്കേഷൻ? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും. UTI ആണ് ഇത് മൂലം ഈ കാൽക്കുലൈ മൂലം ഉണ്ടാകാനായിട്ട് പോകുന്നത്. പിന്നെ റീനൽ ഫെയിലിയർ ഉണ്ടാവും. റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ യൂറിൻ ഒബ്സ്ട്രക്ഷൻ ഉണ്ടായി ഫെയിലിയർ ഉണ്ടാകുന്നതാണ്. പിന്നെ നെഫ്രോസിസ്, അതായത് ഇങ്ങനെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടായി യൂറിൻ ഒരുപാട് കെട്ടിക്കിടക്കുന്ന സംഭവത്തിനാണ് നെഫ്രോസിസ് എന്ന് പറയുന്നത്. ഒബ്സ്ട്രക്ഷൻ ഓഫ് യൂറേറ്ററിൻ്റെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഡയഗ്നോസിസ് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? റീനൽ അൾട്രാസൗണ്ട് ഓഫ് ദ KU ബീം, എക്സ്റേ ഓഫ് KU ബീം, നോൺ കോൺട്രാസ്റ്റ് CT ഓഫ് KU ബിയിലൂടെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇൻ്റർവെൻഷൻ,